പ്രൂണിങ്ങിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ പ്രൂൺ ചെയ്യേണ്ടത്. അപ്പോൾ അത് രണ്ട് രീതിയിൽ പ്രൂൺ ചെയ്യുക. അപ്പോൾ മാമ്പഴങ്ങൾ നമുക്ക് ഇതുപോലെ കമ്പുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രൂണിങ്ങുമായി അതുപോലെ തന്നെ ഹാർവെസ്റ്റിങ്ങുമായി ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് മാമ്പഴങ്ങൾ മൊത്തം പറിച്ചതിന് ശേഷം ഇതുപോലെ ശിഖരങ്ങൾ കട്ട് ചെയ്ത് കോതി ഒതുക്കുന്നതിനാണ് നമ്മൾ പ്രൂണിംഗ് എന്ന് പറയുക. സൂര്യപ്രകാശം ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ നമ്മൾ ആക്കി മാറ്റണം. അപ്പോൾ മാവിൻ്റെ ഈ ഫംഗൽ ബാധ അതുപോലുള്ള അസുഖങ്ങൾ വരാതിരിക്കുന്നതിനും കൂടുതൽ അടുത്ത വർഷം എല്ലാ ശിഖരങ്ങളിലും മാമ്പഴം കായ്ക്കുന്നതിനൊക്കെ ഈ പ്രൂണിങ് വളരെ അത്യാവശ്യമാണ്. ഇത് വന്ന് ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ ഒരു മാവാണ്, സൂപ്പർ ക്യൂനാണ്. ഇതിനെ നമ്മൾ പ്രൂൺ ചെയ്യണം. കാരണം ഇത് അത്യാവശ്യം ഇലകളൊക്കെ തിങ്ങി നിൽക്കുന്നുണ്ട്, കൊമ്പുകളൊക്കെ. എല്ലാ സീസണിലും പ്രൂൺ ചെയ്യണം. എല്ലാ സീസണിലും പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്താലേ മാവ് ശരിയായിട്ട് കായ്ക്കുള്ളൂ അടുത്ത വർഷം. ആട്ടുമാവിലൊക്കെ കയറുന്ന അതേമാതിരി തന്നെ അല്ലേ? വീട്ടുമുറ്റത്ത് ഈ കാണുന്ന വലിയ ഡ്രമ്മിനകത്താണ് ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നത്. ആ പ്ലാന്റിലാണ് ഇപ്പോൾ മുകളിൽ നമ്മളെ കർഷകൻ MS കോട്ടയിൽ കയറി നിന്ന് പ്രൂൺ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഉള്ളിലേക്ക് മേൽഭാഗത്തേക്ക് സൂര്യപ്രകാശം കടന്നു വരുന്ന രീതിയിൽ നമ്മൾ ഇതിനെ പാകപ്പെടുത്തണം. അടുത്ത വർഷം നമുക്ക് കൂടുതൽ കായ്ഫലം കിട്ടും. യാതൊരു ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ ബോർഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വലിയ പ്ലാന്റുകൾ ഇതൊക്കെ വലിയ പ്ലാന്റ് ആയില്ല, അതിനൊന്നും ആവശ്യമില്ല. ഈ മഴ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കട്ട് ചെയ്ത ഭാഗത്ത് കൂടി ഫംഗലേക്ക് വരാൻ സാധ്യതയല്ല. ഇത് വലിയ പ്ലാന്റ് അല്ലേ. ഇതിപ്പോ പ്രൂണിങ് കഴിഞ്ഞാ? ഇത് ഒരു സെമി പ്രൂണിങ് ആണ്, ഹാർഡ് പ്രൂണിങ് അല്ല. ഹാർഡ് പ്രൂണിങ് ആകുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്യും. അവിടെ ഒരു മാവ് ഹാർഡ് പ്രൂണിങ് ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. കഴിഞ്ഞ വർഷം ഹാർഡ് പ്രൂണിങ് ചെയ്തതാണ്, മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട്. കഴിഞ്ഞ വർഷമാണ്. അതിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടും. ഇത് പണി കിട്ടിയതാണ്. ഇങ്ങനെ വരില്ലേ? ബോർഡൊക്കെ തേച്ചിട്ട് ഫംഗൽ ബാധ വന്ന് ഉണങ്ങിയിട്ട് ഇങ്ങനെ കിട്ടും. പക്ഷേ ഇത് ഹാർഡ് പ്രൂണിങ് അല്ല, മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിനെ നമ്മൾ പിന്നെ ബാർ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്താണത്. അപ്പോൾ അത് പിന്നെ അത് ഉണങ്ങി. പിന്നെ ഇത് നമ്മൾ നല്ല രീതിയിൽ പിന്നെ ഹാർഡ് പ്രൂണിങ് ചെയ്താണ്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ചെയ്താണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ ഒരു കൊല്ലം കൊണ്ടൊക്കെ ഇത്ര റിസൾട്ട് ഉണ്ടാവുള്ളൂ? അത്ര റിസൾട്ട് ഉണ്ടാവുള്ളൂ. അത് സ്ലോ ഗ്രോത്ത് ആണ്. ഇത് കുറച്ച് ഹാർഡ് പ്രൂണിങ് ചെയ്താണ്. ഇത് നന്നായിട്ട് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വർഷം നല്ല ഷേപ്പിൽ നല്ല മാങ്ങ ഉണ്ടാവും, നല്ല ഷേപ്പിൽ വരും ചെയ്യും. ഇതിവിടെ നമ്മൾ പ്രൂണിങ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ? അപ്പോൾ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം സെമി പ്രൂണിങ് ആയിരിക്കും നല്ലതല്ലേ? സെമി പ്രൂണിങ് ആയിരിക്കും. ഹാർഡ് പ്രൂണിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മാവ് ഉണങ്ങി പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു രീതിയുണ്ട്. പിന്നെ നമുക്ക് മാവുകൾ ഇതുപോലെ ഇതിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെ കാണണം. ഒറ്റ തടിയിൽ അങ്ങനെ ഇവിടുന്ന് പിന്നീട് 3 ബ്രാഞ്ചുകൾ, അതെല്ലാം മാവുകൾ അങ്ങനെ തന്നെ. ഇവിടെ ചെയ്തിരിക്കുന്നുണ്ടല്ലേ? ഇതൊക്കെ ഇത്തവണ ചെയ്താ? അത് നമ്മൾ ഇത്തവണ ചെയ്താണ്. ഇതിവിടെ കണ്ടില്ലേ? ഇവിടെ നമ്മൾ അതുപോലെ ചെയ്തിട്ടുണ്ട്, കണ്ടില്ല? അപ്പൊ ഈ ഉൾഭാഗത്തേക്ക് വരുന്ന കമ്പുകളൊക്കെ കട്ട് ചെയ്യാം. അപ്പൊ ഒരു ശ്രദ്ധ വേണം. ഇതുപോലെ ബ്രാഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് മാറ്റി കൊടുക്കണം അല്ലേ? മാറ്റി കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കട്ട് ചെയ്തിട്ട് ഇഷ്ടത്തിന് മാവിന് വളരാൻ വിടാൻ പാടില്ല. നമ്മൾ ഇവിടെയൊക്കെ കട്ട് ചെയ്യണം. ഇവിടെയൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ഉണങ്ങിയ കമ്പുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മാറ്റി വൃത്തിയാവും. അപ്പോൾ ഇനി വൃത്തിയായിട്ട് പ്ലാന്റുകളാവും, കണ്ടില്ലേ? ഇതാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ. ഇപ്പം നമ്മൾ അന്ന് കാണിച്ചില്ലേ, നമ്മുടെ മാവിൽ നിറയെ മാങ്ങാന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ അതിൻ്റെ പിന്നിൽ കുറേ റിസ്കുകളുണ്ട്. വെറുതെ മാങ്ങ ഇങ്ങോട്ട് ഉണ്ടായില്ല. പ്രത്യേകിച്ച് ഈ ഡ്രമ്മിലൊക്കെ വിൽക്കുന്നത് ഈ പ്രൂണിങ്ങും ഈ ട്രെയിനിങ്ങും ഒക്കെ നല്ല രീതിയിൽ കറക്റ്റ് സമയത്ത് നമ്മൾ കൊടുത്തോണ്ടിരിക്കണം. അപ്പോഴേ ശരിക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഇത് ഡ്രമ്മിനകത്താണ് ഇരിക്കുന്നത്. ഈ പ്ലാന്റ് കണ്ടില്ല, ഒറ്റ തടിയിൽ തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിക്കുക. എന്നിട്ട് ഇവിടുന്ന് 3 ബ്രാഞ്ചാക്കി മാറ്റുക. അപ്പോൾ ഇതൊക്കെ തുടക്കത്തിൽ ഇതേപോലെ വാളുകൊണ്ട് കട്ട് ചെയ്യണം. ഞാൻ വാളെടുത്തിട്ട് ഇത് ഉൾഭാഗത്തേക്ക് വരുന്ന കമ്പുകളൊക്കെ നമ്മൾ മുറിച്ച് മാറ്റണം. ഞാൻ മുമ്പ് പറഞ്ഞ കെനോപ്പി മാതിരി ഉള്ളിലേക്ക് സൂര്യപ്രകാശം കടന്നു വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇതിനെ പാകപ്പെടുത്തേണ്ടത്. എന്നാലും നോക്കാം ഈ പ്രൂൺ ചെയ്തതിനൊരു ഗുണം കിട്ടുള്ളൂ. സെൻട്രൽ ഭാഗത്തേക്ക് നടുക്കുക ഈ ഏരിയക്കൊക്കെ ആയിട്ട് സൂര്യപ്രകാശം തട്ടുന്ന രീതി. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന കട്ടർ ബ്ലേഡൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. തൊലി ചെത്തി പോരുതല്ലേ? പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചിട്ട്. അപ്പോൾ ഈ ഒരു കൊമ്പ് ഒരു അഭംഗിയാണ്. അപ്പോൾ ഇതിനെവിടെ കട്ട് ചെയ്യണം, കണ്ടോ? അങ്ങനെയൊക്കെ നമുക്കൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഇത് മാവിനെ ഒരു ഷേപ്പായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നാൽ നമുക്ക് മാവ് കായ്ച്ചിട്ടില്ലെങ്കിലും കാണാനുള്ള ഒരു ഭംഗിയുണ്ടല്ലോ, അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് വലിയ മാവുകൾ നമ്മൾ ഈ പ്രൂൺ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ മാവുകളെയും പ്രൂൺ ചെയ്ത് അതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാക്കി കൊണ്ടുവരണം. ഏത് മാവാണെങ്കിലും അതിനെ കട്ട് ചെയ്ത് ഇതുപോലെ വൃത്തിയാക്കി കൊണ്ടുവരണം. നമ്മൾ ഇതിനെ വൃത്തിയാക്കി കൊണ്ടുവരുമ്പോൾ കാണാനുള്ളൊരു ഭംഗി ഉണ്ടാവുള്ളൂ മാവുകൾക്ക്. പിന്നെ മാത്രമല്ല നമ്മളല്ല ഫംഗൽ ബാധ അത് കുറക്കാനായിട്ട് കഴിയും ചെയ്യും. അപ്പോൾ ചെറുതിലേ നമ്മൾ ഇതേപോലെ ട്രെയിനിങ്ങും പ്രൂണിങ് ചെയ്ത് സെറ്റ് ആക്കണം. എങ്കിലും വലുതാവുമ്പോൾ നമ്മൾ വിചാരിച്ച രീതിക്ക് കിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഈ ഉള്ളിലേക്കുള്ള കമ്പുകളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ ഈ രീതിയിൽ നമ്മളിതിനെ മാറ്റി. ഇനി ഇതിനെല്ലാം പുതിയ ബ്രാഞ്ചസ്, പുതിയ നാമ്പുകൾ വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും മാവ്. നമ്മൾ മുമ്പ് പ്രൂൺ ചെയ്തൊരു മാവാണ്, അതിൻ്റെ ഒരു ഭംഗി നോക്കുകയാണെങ്കിൽ
ഒരു ഷേപ്പൊക്കെ കണ്ട അതൊരു ഷേപ്പില്ലേ നല്ല നല്ല ഭംഗിയുണ്ട്. നല്ല ഒറ്റ- ഭംഗി ഒറ്റ തടി തന്നെ ഒറ്റ തടിയിൽ വന്നിട്ട് ബ്രാഞ്ചസ് ഉണ്ടായിക്കണില്ലേ. ഇപ്പോൾ ഒന്നുപാടെ ഒന്ന് സെമി പ്രൂണിങ് നടത്തുകയാണ് കണ്ടില്ലേ. നല്ല എല്ലാത്തിനും തുടക്കത്തിൽ ഹാർഡ് പ്രൂണിങ് ചെയ്തിരുന്നല്ലേ. ഹാർഡ് പ്രൂണിങ് അപ്പൊ ഇതേപോലെ തന്നെ ഇവിടുന്ന് ബ്രാഞ്ചസ് എല്ലാ സൈഡിലേക്കും ഉണ്ടായി. പിന്നെ അതാ ഇതേപോലെ ഇവിടുന്ന് വീണ്ടും വന്നിട്ട് ഇവിടുന്ന് വീണ്ടും ബ്രാഞ്ചസ് ഉണ്ടായി. അവിടുന്ന് ഇതിന് മുകളിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ ഒരു മാവിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. മറ്റേത് ഒരു വൃത്തിയില്ലാത്ത രീതിയിലാവും മാവിൻ്റെ വളർച്ച ഉണ്ടാവുക. അപ്പോൾ കാണുമ്പോൾ നല്ലൊരു വൃത്തിയായി. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ പ്രൂണിങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്.